കൊലപാതകം നടത്തിയ പയ്യൻ തന്നെയാണ് തള്ളയും അനിയനെയൊക്കെ നോക്കുന്നത് എടുക്കുന്നതൊക്കെ. അങ്ങനെ നല്ല ഡീസൻ്റായിട്ട് പോയി കൊടുക്കണം. പിന്നെ എന്താണ് ഇതിന് ഇടയ്ക്ക് സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. ഒരു പെൺകുട്ടിയുടെ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ ഒരു ഈ ഏരിയയിലുള്ള ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ല. പെൺകുട്ടീനകത്ത് മരിച്ചു കിടക്കുന്നുള്ള അമ്മൻ പറഞ്ഞിട്ട് തന്നെയാണ് റൂം പൂട്ടി തള്ളയകത്ത്, മറ്റേ പെണ്ണിൻ്റെ മുകളിലത്തെ റൂം അത് പൂട്ടി, ഈ ഗേറ്റ് പൂട്ടി. ഈ ഗേറ്റൊക്കെ പൂട്ടുന്ന പൊളിക്കാനൊന്നും മറ്റൊരു അത്ര ലോക്കഡാണ്. രണ്ടാമത് തിരിച്ചു വരികയാണ് ഇത്. അവർ ഇറങ്ങി പോലീസ് രണ്ടാമത് തിരിച്ചു വന്നിട്ടാണ് മുകളിൽ ബോഡി ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടാണ് മൂന്നാമത് മൊഴി എടുക്കുന്നത്. ഒരു രക്ഷയില്ല, നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റാത്തതില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നിട്ട് പോലും ഇന്നൊരു സംഭവം നടന്നിട്ട് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ. നമസ്കാരം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പേരുമലയിൽ 23-കാരനായ അഫാൻ 5 പേരെ അതിക്രൂരമായാണ് വകവരുത്തിയിരിക്കുന്നത്. ഈ വകവരുത്തിയതിൻ്റെ ഞെട്ടൽ മാറാതെയാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും തന്നെ നിലനിൽക്കുന്നത്. ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഈ ഒരു പ്രതി ഈ വീട് പൂർണ്ണമായും അടച്ചിടുകയും ഗേറ്റ് ഉൾപ്പെടെ അടച്ചിട്ടതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തുന്നത്. എന്തായാലും ഈ ഒരു സംഭവം നാട്ടുകാരനായ ഹാഷിം ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കുകയാണ്. നാട്ടുകാരനാണ്. ഞാൻ അപ്പുറത്ത് താമസിക്കുന്നത്. ഈ കുടുംബം എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ താമസിച്ചിട്ട് ഒരു 10-15 വർഷമായി. കുടുംബത്തെ നേരത്തെ അറിയാം? നേരത്തെ അറിയാതെ നമ്മൾ സുഹൃത്തുക്കളാണ്. ഇദ്ദേഹത്തിൻ്റെ അനിയൻ ഞങ്ങൾ എൻ്റെ മക്കളോട് ഒന്നിച്ച് പഠിച്ചിട്ട് ഇതൊക്കെയാണ് അങ്ങനെയാണ്. പിന്നെ ഇവിടെ വന്ന് താമസത്തിന് ശേഷം ഞങ്ങൾ എല്ലാത്തിനും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഗൾഫിൽ പോയതിന് ശേഷം പിന്നെ വലുതായിട്ടൊന്നും നമ്മൾ പറ്റുന്നില്ല. ഇവർ തള്ളയും മക്കളും ഇവിടെ ഉണ്ട്. ഞാനിവിടെ മുട്ട കച്ചവടമൊക്കെ കോഴിയൊക്കെ വളർത്തിയിട്ടുണ്ട്. അവർ മുട്ടയൊക്കെ വന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങ് പോകും. പിന്നെ അവർക്ക് സുഖമല്ല, ക്യാൻസർ രോഗിയാണ്, സുഖമല്ലാത്തതാണ്. മക്കളും വേറെ പ്രത്യേകിച്ച് നല്ലപോലെ ഈ പയ്യൻ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയ പയ്യൻ തന്നെയാണ് തള്ളയും അനിയനെയൊക്കെ നോക്കുന്നത് എടുക്കുന്നതൊക്കെ. അങ്ങനെ നല്ല ഡീസൻ്റായിട്ട് പോയി കൊടുക്കണം. പിന്നെ എന്താണ് ഇതിന് ഇടയ്ക്ക് സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. ഒരു പെൺകുട്ടിയുടെ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ ഈ ഏരിയയിലുള്ള ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ല. പെൺകുട്ടീനകത്ത് മരിച്ചു കിടക്കുന്നുള്ള അമ്മൻ പറഞ്ഞിട്ട് തന്നെയാണ് പോലീസുകാരോട് വന്ന് നോക്കിയപ്പോൾ മുകളിലെ നിലയിൽ കിടക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനിവിടെ ഉണ്ട്. മൂന്നാമത്തെ ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാനിവിടെ ഉണ്ട്. 2 ബോഡി എടുക്കുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. മൂന്നാമത്തെ ബോഡി എടുക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് കൊല നടത്തിയത് എന്ന് അറിയില്ല. ആയുധം എന്ന് പറയുമ്പോൾ ചുറ്റിയിൽ കാണുക എന്നുള്ള ഒരു ഇതിൽ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുവരെ വെട്ടിപ്പൊളന്നുള്ള പല പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞതെന്ന് ചെറുക്കൻ്റെ കഴുത്തറുത്തു തോന്നുന്നു. അതിൻ്റെ ഇപ്പോൾ പോഷം നോക്കിയാലേ എൻ്റെ കറക്റ്റ് അറിയാൻ പറ്റും. നമ്മൾ അറിഞ്ഞത് വെച്ചിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല അത്യാവശ്യം എന്താണെന്ന് സത്യം തന്നെ അറിയില്ല. അതിൽ പറയാൻ കാരണം ഈ റൂം പൂട്ടി തള്ളയകത്ത്, മറ്റേ പെണ്ണിൻ്റെ മുകളിലത്തെ റൂം അത് പൂട്ടി, ഈ ഗേറ്റ് പൂട്ടി. ഈ ഗേറ്റൊക്കെ പൂട്ടുന്ന പൊളിക്കാനൊന്നും മറ്റൊരു അത്ര ലോക്കഡാണ്. എല്ലാം പൂട്ടി താക്കോൽ എടുത്തുകൊണ്ടാണ് അവൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ ആർക്കും ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. തൊട്ടപ്പുറത്ത് നടക്കുന്ന പോലും അറിഞ്ഞിട്ടില്ലെന്നുള്ളത്. അത്ര കൊല ചെയ്തതിന് ശേഷം പൂട്ടിയിട്ടാണ് എല്ലാം പൂട്ടിയിട്ടാണ് പോയി. എല്ലാം പൂട്ടിയിട്ട് ചാക്കോലും കൊണ്ട് തന്നെയാണ് സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ ചെന്നിട്ട് പറയുമ്പോഴത്തേക്ക് പോലീസുകാരെന്നെ അന്തം വിട്ടിട്ട് തമാശ രൂപേണ എന്താണ് സാറന്മാരെ തന്നെ പറയുന്നുണ്ട്. പോലീസുകാരെന്നെ പറയണമെന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നീടാണ് വിശ്വസിച്ചത്. അവർ പറഞ്ഞ് വലിയ വിഷം കഴിച്ചിട്ടുണ്ട്, ഞാനൊന്നും അവനും കഴിച്ചിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടാണ് സംഭവം. അങ്ങനെ പോലീസുകാർ നോക്കുമ്പോൾ 2 കഴിഞ്ഞു. മൂന്നാമത്തെ ബോഡി എന്ന് പറഞ്ഞാൽ അവൻ തന്നെ പറഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് തിരിച്ചു വരികയാണ് ഇത്. അവർ ഇറങ്ങി പോലീസ് രണ്ടാമത് തിരിച്ചു വന്നിട്ടാണ് മുകളിൽ ബോഡി ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടാണ് മൂന്നാമത്തെ മൊഴി എടുക്കുന്നത്. അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി ഉള്ളതായിട്ടൊന്നും നമുക്കറിയില്ല. പക്ഷെ പുറമേലെ പറയുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമുക്കറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? ഉമ്മായും മകനും ഈ മകനും മൊത്തം 3 പേരും. ഫാദർ ഗൾഫിലാണ്, 5 വർഷം കൊണ്ട് ഗൾഫിലാണ്. ഇതുവരെ വന്നിട്ടില്ല. അത്രേ ഉള്ളൂ. ഒരു 3 പേര്. ഏതുപ്പ? പിന്നെ ബാപ്പാൻ്റെ ഉപ്പായ ഈ പയ്യൻ്റെ ബാപ്പരപ്പ ഇല്ല, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. അത് വലിയപ്പയും വലിയമ്മയാണ് 5-ാം കളിയിൽ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു. അത് വലിയപ്പയും വലിയമ്മയാണ്. ഇദ്ദേഹത്തിൻ്റെ വാപ്പ ഗൾഫിലാണ്, 5 വർഷം ഗൾഫിലാണ്. പിന്നെ വാപ്പാടെ അമ്മ മരിച്ച പെൺകുട്ടി വെഞ്ഞാറമൂട് തൊട്ടപ്പുറത്താണ്, 1 കിലോമീറ്റർ അപ്പുറത്താണ്. കണ്ടിട്ടില്ല, അറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതിന് ഇതിന് ശേഷമാണ് അറിയുന്നത്. ഇപ്പോൾ വാർത്തയിൽ കൂടെ പെൺകുട്ടി വെഞ്ഞാറമൂടിലെ മെമ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടത്. ആ കുട്ടിയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് അവർ കേട്ടോണ്ടിരിക്കുന്നത്. അതൊരു ബിൽഡിങ് എന്തൊക്കെ ചെയ്യുന്ന തള്ള വാപ്പായം കണ്ടൊക്കെയാണ് എന്ന് പറഞ്ഞു. ഇന്ന് കണ്ടിരുന്നു. അഫാൻ ഇല്ലല്ലോ, ഇന്നത്തെ ദിവസം കണ്ടില്ല. ഇല്ല. തൊട്ടടുത്ത ദിവസങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ 4 മണിക്ക് കണ്ടതെന്നാണ് അപ്പുറത്ത് ഈ പോലീസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാറ് 4 മണിക്ക് പയ്യനെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കണ്ട് വെച്ചാണ് സാറ് പോകുന്നത്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ല ഇന്നത്തെ ദിവസം നിലനിന്ന് കണ്ടിട്ടില്ല. ബൈക്കിൽ എപ്പോഴും നമ്മൾ പോകണം, നമ്മൾ കാണാറുണ്ട്. അങ്ങോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് കാണാറുണ്ട്. അത്രേ ഉള്ളൂ. കുടുംബം നോക്കണ പയ്യനാണെന്ന് ചോദിച്ചാൽ ആയിരിക്കണം. അല്ല വേറെ നല്ല ദിവസമല്ല, പല ബാപ്പ ഗൾഫിലുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അല്ല പിന്നെ വേറെ അവൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതൊക്കെ ഉറപ്പാനീനെ നോക്കണം, എടുക്കണം ഒക്കെ ചെയ്യുന്നത് ഇവൻ തന്നെയാണ്.
ഈ കൊലപാതകത്തിന് കാരണം എന്താണ്? ഒരു രക്ഷയില്ല, നമുക്കൊന്നും ഒരു ഊഹിക്കാൻ പോലും പറ്റാത്തതില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് ഇവിടെ ഇത്രയും ആൾക്കാർ ഉണ്ടായിരുന്നിട്ട് പോലും ഇന്നൊരു സംഭവം നടന്നിട്ട് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അതും അങ്ങോട്ട് നടന്ന സംഭവം അറിഞ്ഞിട്ടില്ല, ഇവിടെ നടന്ന സംഭവം. ഇതെല്ലാം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിപ്പ് കിട്ടുമ്പോഴാണ് ഓരോരുത്തരും പനപുരത്ത് ഈ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന അതേ മനുഷ്യനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം ബാങ്ക് വിളിക്കും, ആരും ബാങ്ക് വിളിക്കാത്തത് കൊണ്ട് ആൾക്കാർ തിരക്കി ചെന്നപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളവർ അവിടുത്തെ ആരും കൊണ്ട് അറിയണമെന്നാണ് മെസ്സപ്പുറത്ത് ഉള്ള സംഭവം അറിയുന്നത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ആഷിം. അടുത്ത് തന്നെയാണ്? ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ താമസിക്കുന്നത്. എന്തായാലും ഒരു നാട്ടുകാരനായ ഹാഷിമാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഒരു കൊല ചെയ്തതിന് ശേഷം ഈ വീട് ലോക്ക് ചെയ്തതിന് ശേഷം, അതായത് ഈ വീടിൻ്റെ മുൻ ഡോറും അതുകൂടാതെ ഈ മുകളിലത്തെ നിലയിൽ ഈ ഫർസാനയെ വകവരുത്തിയ ആ റൂമിൻ്റെ വാതിലുമെല്ലാം തന്നെ അടച്ചതിന് ശേഷം, ഈ ഗേറ്റ് ഉൾപ്പെടെ അടച്ചതിന് ശേഷമാണ് ഇയാൾ സ്റ്റേഷനിലേക്ക് പോയത്. എലിവിഷം കഴിച്ചു എന്ന് പോലീസിനോട് പറയുന്നു. അതിനുശേഷം താനിങ്ങനെ ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നാട്ടുകാരൻ കൂടിയായ ഹാഷിം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കൊലപാതകത്തിൽ നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണോ ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.